മാമാ അവിടെ പാമ്പോലുണ്ടോ നോക്കണം കേട്ടോ. മനുഷ്യരെ പേടിപ്പിക്കാടാ. നീ അവിടെ നിന്ന് മൊബൈലിൽ കളിക്കുന്ന സമയത്തേ ഇവിടെ ഒന്ന് എന്നെ സഹായിക്കാൻ പാടില്ലേ? ഞാനും പാമ്പുമായിട്ട് ഒക്കൂല. മറ്റുള്ളവരെ കൊണ്ട് ജയിക്കുകയില്ല. മോനെ ഏട്ടാ കട്ടൻ. എടാ വിനയ, ദാസാറിന്റെ വീട്ടിൽ നിന്ന് അധിക ദൂരമൊന്നുമില്ലല്ലോ അനുപമ താമസിക്കുന്നിടത്തേക്ക്. നിനക്ക് അവിടെ നിന്ന് പോയി ചീരുവിനെ കാണായിരുന്നില്ലേ? ഞാനും അത് തന്നെയല്ലേ ലതിക ഇവനോട് പറഞ്ഞോണ്ടിരുന്നത്. ആനന്ദം മാഷ് ആ വീട് വില കൊടുത്ത് വാങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇവൻ അവിടെ അധികാരത്തിൽ കയറി ചെല്ലാൻ പറ്റും. എന്റെ മാമാതെ, ഈ അധികാരം എന്നുള്ള വാക്ക് പോലും ചീരന് മുമ്പിൽ വെച്ച് ആരും ഉപയോഗിച്ചേക്കല്ലേ. നമുക്ക് ഒരു അധികാരവും വേണ്ട, ജീവിതം മാത്രം മതി. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഇന്ദ്രനെ അവന്റെ തള്ളയും പേടിക്കേണ്ടതില്ലല്ലോ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പേടിക്കണം മാമ, ഇനിയാണ് അവരെ കൂടുതൽ പേടിക്കേണ്ടത്. അനുപമയെ എങ്ങനെയെങ്കിലും നാണം കെടുത്തി ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ വഴി അന്വേഷിച്ച് നടക്കുക ഇപ്പൊ ഇന്ദ്രനും അവന്റെ അമ്മയും. അല്ലെങ്കിലേ എനിക്ക് വട്ടമൂസാന്നൊരു പേരുണ്ട്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി വള്ളിക്കെട്ടൊക്കെ എടുത്ത് തലയിലെടുത്ത് വെക്കുന്നത്? ആദ്യം ആ വീടിന്റെ രജിസ്ട്രേഷനൊക്കെ ഒന്ന് കഴിയട്ടെ. രജിസ്ട്രേഷൻ ഉടനെ കാണുമോ വിനയ? വീട് വാങ്ങിക്കഴിഞ്ഞാ ആരൊക്കെയായിരിക്കും അവിടെ താമസിക്കുന്നത്? അനുപമയ്ക്കും അനുപമയുടെ കുഞ്ഞിനും വേണ്ടിയാണല്ലോ അച്ഛൻ ആ വീട് വാങ്ങിക്കുന്നത്. അപ്പൊ പിന്നെ ആരെങ്കിലും ഉണ്ടായാലേ പറ്റൂ. ചിലപ്പോ അച്ഛൻ തന്നെ അവിടെ ഒന്ന് നിൽക്കുമായിരിക്കും. എങ്കിൽ പിന്നെ ചീരുവിന് പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ. ഡെലിവറി വരെ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും അവൾക്ക് അനുവിന്റെ കൂടെ നിൽക്കാലോ. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കും ഉണ്ട്. എന്തായാലും രജിസ്ട്രേഷന് വരുമ്പോ മക്കളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന രഘുവേട്ടൻ പറഞ്ഞു. ചീരു അതുകൊണ്ടാ തിരിച്ചു പോകാതെ ഇവിടെ നിൽക്കുന്നത്. നീയും മാഷും ഇതുവരെ ചീരുവിന്റെ കാര്യത്തെ കുറിച്ചൊന്നും സംസാരിച്ചില്ലല്ലോ വിനയ. അദ്ദേഹത്തിന്റെ നാവിന്ന് ഒരു ഉറപ്പ് കിട്ടിയ അതൊരു ഉറപ്പായിരുന്നു. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല മാമ. ചീരു അമ്മയ്ക്ക് കൊടുത്ത ഉറപ്പിനേക്കാൾ വലുതല്ല വേറെ ഒരു ഉറപ്പും. ഇനി അമ്മയ്ക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് അവളോട് ചോദിക്കാം, ഇനി എന്നാ മോളെ നീ എന്റെ വീട്ടിലേക്ക് വരുന്നേന്ന്. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചു ചോദിക്കാം. നീ ഒരു സമ്മതം മൂളിയ മാത്രം മതി. അവൻ സമ്മതിച്ചില്ലേ ലതികേ? നീ ഇപ്പൊ തന്നെ ആ ഫോൺ എടുത്ത് ചീരുവിനെ വിളിക്കേ. വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ചീരുവിന് ഏതായാലും ആ വീടിന്റെ രജിസ്ട്രേഷൻ വരെ കാത്തിക്കേണ്ടി വരും. അതുകൂടെ കഴിയട്ടെ. അവള് സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത്. ശരി, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. വേവുന്നവരെ കാത്തില്ലേ ഏട്ടാ. ഇനി ചൂടാറോളം കാക്കാനാണോ പാട്? ശരി ശരി, അമ്മയും മോനും തീരുമാനിച്ച പിന്നെ ഞാനെന്ത് പറയാനാ? എനിക്കേ നിങ്ങളുടെ സന്തോഷം മാത്രമാ വലുത്. ഇതങ്ങോട്ട് വെച്ചാലിതിക്കെ. ശരി. അനുവിന്റെ അച്ഛൻ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അമ്മ എന്താ എന്നോട് പറയാതിരുന്നത്? ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അനന്തം മാഷ് അമ്മയെ ഭീഷണിപ്പെടുത്തുക ചെയ്തെന്നാ. സത്യത്തിൽ അദ്ദേഹം അമ്മയോട് എന്ത് പറഞ്ഞിട്ടാ പോയത്? നിനക്കെന്നെ ഇത്രയ്ക്ക് വിശ്വാസം ഇല്ലാണ്ടായോ ഇന്ദ്ര? അയാൾ ഈ മുറ്റത്ത് വന്നെന്ന് പ്രസംഗിച്ചത് മുഴുവൻ വള്ളി പുള്ളി വിടാതെ എനിക്ക് നിന്നോട് പറയാമായിരുന്നു. ഞാനത് ചെയ്യാതിരുന്നതേ എന്റെ മകൻ അത് കേട്ട് വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടാ. നിന്റെയൊക്കെ മനസ്സിലേ അനന്തമാഷിനെ കുറിച്ചൊരു ചിത്രം ഉണ്ടായിരുന്നില്ലേ? ഞാനായിട്ടത് പിച്ച് ചീന്തണ്ടെന്ന് കരുതിയിട്ടാ തൽക്കാലം ഞാനത് വിശദീകരിക്കാതിരുന്നത്. ഓ, ഇനി അതിന്റെ ആവശ്യമില്ല. എന്റെ മുഖത്ത് നോക്കി എന്നെ കുറിച്ച് അയാൾ പറഞ്ഞത് വിട്ടേക്കാം. അത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. എന്നാലേ നീയും കൂടെ അറിയാൻ വേണ്ടി അയാൾ പറഞ്ഞത് മുഴുവൻ ഞാൻ പറയാം ഇന്ദ്ര. ഇതുവരെ അനന്തമാഷിൽ പലതും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ചത് ജീവിതമല്ലേ, അത് അനുഭവങ്ങളിലൂടെ അവനവൻ തന്നെ പഠിച്ചെടുക്കേണ്ട പാഠമല്ലേ എന്നൊക്കെ കരുതിട്ടാ. നിങ്ങൾക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്കും വേണ്ട സുശീലേ, നമുക്കത് ഇന്ന് തന്നെ നിർത്തിയേക്കാം. പക്ഷെ എന്റെ മോളെ എനിക്ക് തിരിച്ചു തരുമ്പോ
ഞാൻ ഏൽപ്പിച്ചതുപോലെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. അന്തസ്സുള്ള അമ്മായിയമ്മയാണെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് വേണം മരുമകളെ ഇറക്കി വിടാൻ. ഇല്ലെങ്കിൽ ഞാനും എന്റെ 5 മക്കളും നാളെ ഈ വീട്ടിൽ കയറി താമസം തുടങ്ങും. ഇത് ഭീഷണിയല്ലേ ഇന്ദ്ര? അയാളും അയാളുടെ 5 മക്കളും ധൈര്യം ഉണ്ടെങ്കിലേ ഈ വീടിന്റെ മുറ്റത്ത് ഒന്ന് ധർണ ഇരിക്കട്ടെ എന്ന് കരുതി തന്നെയാ അനുപമയെ ആ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഞാൻ നിന്നോട് പറഞ്ഞത്. വരട്ടടാ, അനന്തം മാഷ് പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണെങ്കിൽ 5 മക്കളെയും കൂട്ടി ഇവിടെ വന്നിരിക്കട്ടെ. ബാക്കി ഞാൻ അപ്പ പറഞ്ഞു കൊടുക്കാം. ഒരാൾ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാ അത് അതേപടി ചെയ്യുമെന്ന് നിർബന്ധമൊന്നും ഇല്ലമ്മേ. അനുപമ കൊണ്ടുവന്നൊക്കെ തിരിച്ചു വാങ്ങിക്കുകയാണ് അവളുടെ അച്ഛന്റെ ലക്ഷ്യം. അതിന് അദ്ദേഹത്തിന് ഏത് മാർഗവും സ്വീകരിക്കാം. അവിടെയൊക്കെ അമ്മയ്ക്ക് അവരെ സംസാരിച്ച് തോപ്പിക്കാൻ കഴിയും തോന്നുന്നുണ്ടോ? അല്ല, നീ എന്താ ഈ പറഞ്ഞോണ്ട് വരുന്നേ? അനന്തമാഷ് നമുക്കെതിരെ പോലീസിൽ കേസ് കൊടുക്കുന്നാണോ? ഇനി എന്തും പ്രതീക്ഷിക്കാം. നമ്മള് കുറച്ചുകൂടെ കരുതലോടെ നീങ്ങേണ്ടതായിരുന്നു. ഇത് വലിയ എടുത്തിയായിട്ടായിപ്പോയി അമ്മേ. അമ്മേ, അമ്മ അച്ഛനെവിടെ? അച്ഛൻ മുറിയില്ല. ആരാ മോളെ? ആരാ നിന്നെ വിളിക്കുന്നത്? അയാളാ രാഹുല്. ആരാ മോളെ? രാഹുൽ അച്ഛാ. നീങ്ങതാ, ഞാൻ സംസാരിക്കാം. അയ്യോ കട്ടായി. നീ അവനെ തിരിച്ചു വിളിച്ചേ. ഒന്ന് വിളിക്കും മോളെ. വേണ്ട, രാഹുലിന്റെ കോൾ എടുക്കാനോ അങ്ങോട്ട് തിരിച്ചു വിളിക്കാനോ പാടില്ല. അവനുമായിട്ട് നമുക്കിനി ഒരു സംസാരവും ഇല്ല. എടാ, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഗോകുലേ? അവൻ ഇങ്ങോട്ട് വിളിച്ചതല്ലേ? അച്ഛാ, അത് അവന്റെ അച്ഛന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇങ്ങോട്ട് വിളിക്കുന്നതാ. അല്ലാതെ അവൻ ഇന്ദുവിനെ വിളിക്കാനുള്ള ധൈര്യവും കാര്യങ്ങളൊന്നുമില്ല. നീ ഫോണിങ് തന്നെ. ഇനി അവൻ ഇങ്ങോട്ട് വിളിച്ചാലേ എനിക്ക് വല്ലതുമൊക്കെ പറയേണ്ടി വരും. അതൊന്നും വേണ്ട. അവനെയും കൊണ്ട് അവന്റെ അച്ഛനും അമ്മയും ഇവിടെ വരണം.